ടെമ്പിൾ പാർലമെൻറ്റ് ഒരു കാലത്ത് ഹിന്ദുവിൻ്റെ സ്വത്വവും അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ ആശയമല്ല ക്ഷേത്രവിമോചനത്തിനായിട്ടുള്ള പ്രക്ഷോഭം എന്നുള്ളത്. വളരെ നാളായി നമ്മൾ ചെറിയ തോതിലും വലിയ തോതിലുമൊക്കെ ആലോചിക്കുകയും ചെറിയ രീതിയിലൊക്കെ അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ക്ഷേത്രവിമോചനത്തിനായിട്ടുള്ള ടെമ്പിൾ പാർലമെൻറ്റ് എന്ന ആശയം. ഒരു കാലത്ത് സ്വാമി സൂചിപ്പിച്ചതുപോലെ ഓരോ ഗ്രാമങ്ങളിലെയും ഓരോ ഊരുകളിലെയും ഭക്തജനങ്ങൾക്കായിരുന്നു അതാത് ഗ്രാമക്ഷേത്രങ്ങളുടെ നിയന്ത്രണമെങ്കിൽ ആ ഊരുകളിൽ നിന്ന് ക്രമേണ ഊരാളന്മാരിലേക്കും ഇന്നത്തെ സർക്കാർ സംവിധാനം ആഗ്രഹിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ ഇത് ഈ ഊരാളുങ്കൽ സൊസൈറ്റിയിലേക്കും പോകണമെന്നുള്ളതാണ്. അത്തരത്തിൽ ക്ഷേത്രങ്ങൾ അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ക്ഷേത്രങ്ങൾ അധപ്പതിച്ചു എന്നുള്ളതല്ല, ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ചുകൊണ്ട് ഹിന്ദു എന്തൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് സംഭാവനയായി നൽകി, ഹിന്ദു ഏതൊക്കെ ഭഗവാൻ അർപ്പിച്ചു, അതൊക്കെ തന്നെ ഇല്ലാതാക്കുന്ന കാട്ടുകള്ളന്മാരെക്കാൾ മോശമായിട്ടുള്ള ആ കള്ളന്മാരിൽ നിന്നും ക്ഷേത്രങ്ങളെ വിമോചിപ്പിക്കുക എന്നുള്ളത് ഇന്ന് എല്ലാ ഭക്തജനങ്ങളുടെയും ആത്യന്തികമായിട്ടുള്ള ആഗ്രഹം തന്നെയാണ്. അത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഏത് ആവശ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് അതിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മളോട് സംസാരിക്കാനും നമുക്ക് വേണ്ട അറിവ് നൽകാനും വേണ്ടി ആ രംഗത്തെ പ്രഗത്ഭന്മാരായ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഈ അവസരത്തിൽ സ്വാമി സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ചെറിയ തുടർച്ച മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഈ രാഷ്ട്രത്തിലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡൽഹിയിലുണ്ടായ സ്ഫോടനം. ആ സ്ഫോടനവും ക്ഷേത്ര വിമോചനവുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡൽഹി സ്ഫോടനത്തിൻ്റെ 4 ദിവസം മുമ്പ് 4 ദിവസങ്ങളിലായി അറസ്റ്റ് ചെയ്യപ്പെട്ട 4 ഡോക്ടർമാരുണ്ടായിരുന്നു. ആ 4 ഡോക്ടർമാരിലെ ഒരു ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുത്ത ചില വസ്തുക്കളുണ്ട്, ചില രേഖകളുണ്ട്. റസീൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള ഒരു വിഷമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം. എന്തിനാണ് മണമില്ലാത്ത, രുചിയില്ലാത്ത ഈ വിഷമുണ്ടാക്കിയത് എന്ന അദ്ദേഹത്തിനോടുള്ള ചോദ്യത്തിന് അദ്ദേഹം യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ നൽകിയ ഒരു ഉത്തരം ഇന്നത്തെ കേരള സമൂഹവുമായി ബന്ധപ്പെടുത്തി തന്നെ നമ്മൾ നോക്കേണ്ടതുണ്ട്. കൃത്യമായ ഉത്തരമാണ് പറഞ്ഞത്. ഹൈന്ദവ ആരാധനാലയങ്ങളിലെ കിണറുകളിലും കുളങ്ങളിലുമൊക്കെ കലക്കാൻ, ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ വിതരണം ചെയ്യുന്ന പ്രസാദങ്ങളിൽ ഇട്ടുവെക്കാൻ, അപ്രകാരം അത് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൂട്ടക്കുരുതിയായിരുന്നു ആ ചൈനയിൽ നിന്ന് MBBS നേടിയ ഡോക്ടറുടെ ലക്ഷ്യം. സമാന സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ മൂഢന്മാരെക്കാൾ വളരെ വലിയ സ്വർഗത്തിലാണ് കഴിയുന്നതെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ദിനം പ്രതി കൂടി വരുന്ന ജിഹാദുകളുടെ നടുവിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഉലയുന്ന, പ്രയാസപ്പെടുന്ന ഒരു സമൂഹം വസിക്കുന്ന പ്രദേശമുണ്ട് എങ്കിൽ ആ പ്രദേശത്തിൻ്റെ പേര് ഈ കൊച്ചു കേരളമെന്ന് തന്നെയാണ്. ദിനം പ്രതിയാണ് ജിഹാദുകൾ മാറുന്നത്. ആ ജിഹാദുകളുടെ എല്ലാം കേന്ദ്ര ബിന്ദു ഇസ്ലാമിക കലാപകാരികളായിട്ടുള്ളവരാണ് എങ്കിൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനം ഹിന്ദുക്കൾ തന്നെയാണ്. ഏറ്റവും അവസാനമായൊരു ജിഹാദ് ഉണ്ടായിരിക്കുകയാണ്. നമ്മളിൽ എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല. ഇന്നലെ മെഡിക്കൽ ജിഹാദ് എന്നൊരു വാക്ക് വന്നു കഴിഞ്ഞു. മതേതരത്വത്തിൻ്റെ ഈ രാഷ്ട്രത്തിലെ ഭരണഘടനയെ ഏതാണ്ട് മോശമാക്കിയ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഭരണഘടനാ ഭേദഗതി വരുത്തി തിരികെ കയറ്റിയ മതേതരത്വം ഈ വന്ന കാലത്ത് ഡോക്ടർമാരെ പോലും മതം നോക്കി കാണേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ എത്തിച്ച ചരിത്ര സംഭവം ഇന്നലെ നടന്നു. 4-5 ഡോക്ടർമാരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. സമാന സ്വഭാവം കേരളത്തിലെ ഹൈന്ദവ ബിംബങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടപ്പാക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കുക, ആൽ ജിഹാദ് എന്ന് പറയുന്നൊരു പുത്തൻ ജിഹാദും കേരളത്തിൽ ഉദയം ചെയ്തിരിക്കുകയാണ്. ദേവവൃക്ഷം എന്ന് നമ്മൾ കരുതുന്ന നമ്മളുടെ ക്ഷേത്രങ്ങളെയും നമ്മളുടെ കവലകളെയും നമ്മളുടെ മുക്കവലകളെയും നാൽക്കവലകളും ഒക്കെ അലങ്കരിക്കുന്ന, നമ്മൾ ഭഗവത് സ്വരൂപങ്ങളെ 3 ത്രിമൂർത്തികളെയും ദർശിക്കുന്ന ആ ആൽമരങ്ങളൊക്കെ തന്നെ നിന്ന നിപ്പിൽ ഉണങ്ങുകയാണ് പല ക്ഷേത്രമുറ്റത്തും, പല മുക്കവലകളിലും നാൽക്കവലകളിലും ഒക്കെ. അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് അന്വേഷണം ചെന്നെത്തുമ്പോൾ അതും ഒരു ജിഹാദ് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ഉണങ്ങുകയാണെങ്കിൽ, അത് നശിക്കുകയാണെങ്കിൽ, അതിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ ആധിപത്യം
കൊണ്ടെത്തിക്കാമെന്ന് ചില വ്യക്തികൾ ധരിക്കുന്നു എന്നുള്ളതിൻ്റെ അവസാന സൂചനയാണ് ആൽ ജിഹാദ്. 100 ചില്ലുവാനും ജിഹാദുകളുടെ ഏറ്റവും അവസാനം ഈ കൊച്ചു കേരളം സംഭാവന ചെയ്തിരിക്കുന്ന ഉദാത്തമായിട്ടുള്ള സങ്കല്പമാണ് ആൽ ജിഹാദ്. നമ്മൾ മതേതരത്വത്തിൻ്റെ വ്യക്താക്കളാണ്. ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം മിണ്ടാൻ പാടില്ല, പറയാൻ പാടില്ല. ഈ അടുത്ത കാലത്തായിട്ട് കേരള സമൂഹത്തിലെ എല്ലാ അജണ്ടകളും ഹിന്ദു കേന്ദ്രീകൃതമായി കറങ്ങുകയാണ് എന്ന് കഴിഞ്ഞ 4 മാസക്കാലത്തെ സംഭവങ്ങൾ നമ്മൾ നോക്കണം. കേരളത്തിന്റെ വികസനം ചർച്ച ചെയ്യപ്പെടുന്നില്ല. ശബരിമലയിലെ കൊള്ള മറയ്ക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ വഴിതെറ്റിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. പാദപൂജ നടത്തിയാൽ, ഹിന്ദു പാദപൂജ നടത്തിയാൽ അത് വിവാദം. ദിവസങ്ങളോളം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. ഭാരതാംബയുടെ ചിത്രം വെച്ച് പൂജിച്ചാൽ അത് വിവാദം. മാസങ്ങളോളം ചർച്ച ചെയ്യുന്നു. ശബരിമല കൊള്ള മറയ്ക്കാൻ വേണ്ടി ഈ വിദ്യാലയത്തിലെ കുട്ടികൾ ഒരു ഗണഗീതം ആലപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്മേൽ ചർച്ച നടക്കുന്നു. ഇങ്ങനെ ഹിന്ദുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഹിന്ദു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തകൾ മാറ്റിവെക്കാൻ വേണ്ടി അവനെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ സാമൂഹ്യ ഹൈന്ദവ അജണ്ടകളെ മാറ്റിയെടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ചില ശക്തികൾ ഇന്ന് കേരള സംവിധാനത്തിൽ വളരെ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാമി സൂചിപ്പിച്ച ഒരു കാര്യത്തിനൂടെ ഒരു ചെറിയൊരു തുടർച്ച പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സ്വാമി സൂചിപ്പിക്കുകയുണ്ടായി, മലപ്പുറം ജില്ലയിൽ നിന്ന് ഹിന്ദു നാമധാരി ഹിന്ദുക്കൾക്ക് പ്രയോജനമില്ലെങ്കിലും ഉള്ള MLA ഒരൊറ്റ വ്യക്തി മാത്രമാണ്. പക്ഷേ ആ ഒരൊറ്റ വ്യക്തി പോലും അടുത്ത നിയമസഭയിൽ ഉണ്ടാകണമെന്നില്ല. അതാണ് കാലഘട്ടം. 2-3 വർഷക്കാലത്തിന് മുമ്പ് കേരളത്തിന്റെ നിയമസഭയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഒരു കണക്ക് പറഞ്ഞു. കേരളത്തിലെ എയ്ഡഡ്, അൺഎയ്ഡഡ്, റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിൽ 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണമാണ് വി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു 3,65,000 കുട്ടികളാണ് 2 വർഷം മുമ്പ് കേരളത്തിൽ 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടിയത്. അദ്ദേഹം ജില്ല തിരിച്ചുള്ള കണക്കും പറഞ്ഞു. നിയമസഭയിൽ പറയുമ്പോൾ അതിന് ആധികാരികതയുണ്ട്. 3,65,000-ന്റെ 25% വരുന്ന ഏകദേശം 65,000-ഓളം വരുന്ന കുട്ടികളും ജനിച്ചത് ഒരൊറ്റ ജില്ലയിലാണ്. ആ ജില്ലയുടെ പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അതാണ് കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും തീവ്രമായ വെല്ലുവിളി. 65,000 കുട്ടികൾ. അവിടെ നിന്ന് നമ്മളോട് ചോദിക്കും, അവിടെ മുസ്ലിങ്ങൾ മാത്രമേ പ്രസവിക്കുന്നുള്ളൂ? അല്ല, സമ്മതിച്ചു. പക്ഷേ മഹാഭൂരിപക്ഷവും ഈ തൃശ്ശൂർ മുതൽ വടക്കോട്ടുള്ള മലബാർ ജില്ലകളിലെ ഈ എല്ലാ ജില്ലകളുടെയും അവസ്ഥ അതാണ്. തിരുവനന്തപുരം തൊട്ട് ഇടുക്കി വരെയുള്ള മൊത്തം ജില്ലകളിൽ 2 വർഷം മുമ്പ് 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടിയ കുട്ടികളുടെ മൊത്തം എണ്ണം ഈ 65,000-നേക്കാൾ കുറവായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ വെറും 6,034 മാത്രമായിരുന്നു. ഇത് സൃഷ്ടിക്കുന്ന ഒരു അപകടം ഞാൻ സൂചിപ്പിക്കാം. നിയമസഭകളുടെ ഡീലിമിറ്റേഷൻ വരാൻ പോകുകയാണ്. നിയമസഭകളുടെ അതിർത്തികൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പുനർനിർണയിക്കുന്ന ഒരു കാലഘട്ടം വരും വർഷങ്ങളിൽ വരുമ്പോൾ ഈ കേരളത്തിലെ മൊത്തം നിയമസഭകളുടെ എണ്ണം 140-ൽ നിന്ന് കൂടുകയും കുറയുകയും ഇല്ല. പക്ഷേ ഹൈന്ദവ ഭൂരിപക്ഷം ഉണ്ട് എന്ന് നമ്മൾ അഭിമാനിക്കുന്ന തിരുവനന്തപുരം തൊട്ട് തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുത്തനെ കുറയുമ്പോൾ അതേ സാഹചര്യത്തിൽ കുത്തനെ കൂടാൻ പോകുന്ന പ്രദേശത്തിന് പറയുന്ന പേര് മലബാറാണ്. ഒരു കാലത്ത് കേരള നിയമസഭയിൽ പന്തളത്തിന് ദാമോദരൻ കാളാശ്ശേരി, വി കേശവൻ തുടങ്ങിയ MLA-മാരുണ്ടായിരുന്നു. കല്ലൂപ്പാറയ്ക്ക് ജോസഫ് പുതുശ്ശേരി എന്ന MLA ഉണ്ടായിരുന്നു. ഇന്ന് ആ മണ്ഡലങ്ങളില്ല. താനൂരില്ലായിരുന്നു, തവനൂരില്ലായിരുന്നു, ഇന്ന് ആ മണ്ഡലങ്ങളുണ്ട്. ഇതേ അവസ്ഥ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ ശ്രദ്ധിക്കുക. 2 വർഷം മുമ്പ് 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടിക്ക് ഇന്ന് 7 വയസ്സാണ്. 11 വർഷം കഴിയുമ്പോൾ അവൻ 18 വയസ്സുകാരനാകുമ്പോൾ കേരളത്തിലെ നവ വോട്ടർമാരുടെ 25% ഒറ്റ ജില്ലയിൽ ഉണ്ടാകുന്ന അപകടകരമായ സാഹചര്യം. കേരള നിയമസഭയിൽ ഹിന്ദു നാമധാരികളെ കൊണ്ട് പ്രത്യേക പ്രയോജനമില്ല എങ്കിലും ഈ കേരള നിയമസഭയെ നിയന്ത്രിക്കാൻ പോകുന്നത് ഈ ജിഹാദി ശക്തികളാകുന്ന കാലഘട്ടം അതിവിദൂരമല്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന മാത്രം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെയുള്ള ക്ഷേത്ര വിമോചന പ്രസ്ഥാനങ്ങൾ രാജ്യമെമ്പാടും വിപുലമായ രീതിയിൽ നടക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ആന്ധ്രയിൽ ലക്ഷക്കണക്കിന് 3-3.5 ലക്ഷം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വലിയൊരു ക്ഷേത്ര വിമോചന സമരത്തിന് തുടക്കമിടുകയുണ്ടായി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ. അതേ അവസ്ഥ എല്ലാ പ്രദേശത്തുമുണ്ട്. നമ്മളോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനോട് ഉത്തരം ഞാൻ പറയാം. ഈ കേരളത്തിൽ മാത്രമാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ഇത്രമാത്രം രാഷ്ട്രീയത്തിന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്നത്. കേരളത്തിനേക്കാൾ എത്രയോ ഇരട്ടി വലിയ, കേരളത്തിനേക്കാൾ 1000-ലധികം ക്ഷേത്രങ്ങൾ കൂടുതലുള്ള ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒരൊറ്റ ക്ഷേത്രം മാത്രമാണ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളത്. അത് കാശി വിശ്വനാഥ ക്ഷേത്രം മാത്രമാണ്. അത് സെക്യൂരിറ്റി ആസ്പെക്റ്റുകൾ കൊണ്ട്, സുരക്ഷാ മാനദണ്ഡം അനുസരിച്ച് മാത്രമാണ് ആ ക്ഷേത്രം സർക്കാർ നിയന്ത്രണത്തിലുള്ളത്.
ബാക്കി ആ സംസ്ഥാനത്തെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളും അവിടുത്തെ പ്രാദേശികമായ ട്രസ്റ്റുകളോ അല്ലെങ്കിലും വലിയ ട്രസ്റ്റുകളോ നിയന്ത്രിക്കുമ്പോൾ ഈ കൊച്ചു കേരളത്തിലെ 1500ഓളം ക്ഷേത്രങ്ങൾ, 3000ഓളം ക്ഷേത്രങ്ങൾ ഇന്ന് സർക്കാർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി തുടക്കമിട്ടിരിക്കുന്ന ഈ ഹിന്ദു പാർലമെന്റിന് വിശ്വ ഹിന്ദു പക്ഷത്തിന്റെ എല്ലാവിധ ഭാവുകങ്ങളും ഈ സമരപരിപാടിയിൽ എന്ത് പ്രക്ഷോഭമുണ്ട് എങ്കിലും എല്ലാ പ്രവർത്തകരും ഇതിന്റെ പിന്നിൽ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.